ഒളിമ്പിക്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ ഫുട്ബോൾ കളിത്തട്ടുകളിൽ പന്തുരുളും. കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനുമെല്ലാം ആദ്യ ദിനത്തിൽ കളത്തിലിറങ്ങും. 16 ടീമുകൾ മത്സരിക്കുന്ന ഒളിമ്പിക്സിൽ 23 വയസ്സിൽ താഴെയുള്ളവരാണ് ടീമിലുള്ളത്. എങ്കിലും ഓരോ ടീമിന് 3 സീനിയർ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താൻ അനുമതിയുണ്ട്. പാരീസിൽ കളിക്കാനിറങ്ങുന്ന 5 സൂപ്പർ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. കോപ്പ അമേരിക്കയിൽ 16ാം തവണയും മുത്തമിട്ട അർജന്റീന തന്നെയാണ് ഒളിമ്പിക്സ് ഫുട്ബോളിലെയും ഫേവറേറ്റുകൾ. നിക്കോളാസ് ഒറ്റമെൻഡി, ഗോൾ കീപ്പർ ജെറോനിമോ റൂളി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ജൂലിയൻ അൽവാരസ് എന്നിവരാണ് സ്ക്വാഡിലെ സീനിയർ താരങ്ങൾ. ജൂലിയൻ അൽവാരസ് തന്നെയാണ് അർജന്റീൻ ടീമിലെ സൂപ്പർ സ്റ്റാർ. കഴിഞ്ഞ സീസണിൽ സിറ്റിക്കായി 36 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളാണ് അൽവാരസ് നേടിയത്. 3ാം ഒളിമ്പിക്സ് സ്വർണം ലക്ഷ്യമിട്ടാണ് ഹവിയർ മസ്ട്രാനോയുടെ പരിശീലനത്തിൽ അർജന്റീന കളിക്കാനിറങ്ങുന്നത്. 2. ഫ്രാൻസിന്റെ അലക്സാണ്ടർ ലക്കാസെറ്റെ. ഫ്രഞ്ച് ലീഗിൽ തകർപ്പൻ ഫോമിലുള്ള ലക്കാസെറ്റെ ലിയോണിനായി കഴിഞ്ഞ സീസണിൽ 25 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്. 2017 അവസാനമായി താരം ഫ്രഞ്ച് ദേശീയ ടീമിനൊപ്പം കളിച്ചത്. തിയറി ഓൺറി പരിശീലിപ്പിക്കുന്ന ടീമിൽ സെവിയയുടെ ലോയിക് ബേഡും ക്രിസ്റ്റൽ പാലസ് മുന്നേറ്റ താരം ജീൻ ഫിലിപ്പെ മറ്റേറ്റയും സീനിയർ താരങ്ങളായി കളിക്കുന്നുണ്ട്. 3. മൊറോക്കോയുടെ അഷ്റഫ് ഹക്കീമി. ഖത്തർ ലോകകപ്പിൽ മൊറോക്കോയുടെ ഹീറോയായ അഷ്റഫ് ഹക്കീമിയാണ് ഒളിമ്പിക്സിലെ മറ്റൊരു ശ്രദ്ധേയ താരം. PSG താരമായ ഹക്കീമിക്ക് ക്ലബിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ നഷ്ടമാകും. അണ്ടർ 23 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കൾ എന്ന നിലയിലാണ് മൊറോക്കോ ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. 4. സ്പെയിന്റെ ഫെർമിൻ ലോപ്പസ്. യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിൻ ടീമിന്റെ ഭാഗമായിരുന്നു സൂപ്പർ താരം ഫെർമിൻ ലോപ്പസും അലക്സ് ബെയ്നയും. 21-കാരനായ വിങ്ങർ ലോപ്പസ് യൂറോ കപ്പിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് കളിക്കാനിറങ്ങിയത്. ബാഴ്സലോണ താരമായ ലോപ്പസ് കഴിഞ്ഞ സീസണിൽ 11 ഗോളുകളാണ് വിവിധ ചാമ്പ്യൻഷിപ്പുകളിലായി ബാഴ്സയ്ക്ക് വേണ്ടി നേടിയത്. ഒരു വർഷം തന്നെ യൂറോ കപ്പും ഒളിമ്പിക്സ് കിരീടവും നേടുന്ന താരങ്ങളെന്ന റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ലോപ്പസും ബെയ്നയും കളത്തിലിറങ്ങുന്നത്. 5. ഗിനിയുടെ നാബി കെയ്റ്റ. മുൻ ലിവർപൂൾ മിഡ്ഫീൽഡറായ നാബി കെയ്റ്റയുടെ നേതൃത്വത്തിലാണ് ഗിനി ഒളിമ്പിക്സിൽ ഭാഗ്യ പരീക്ഷണത്തിനിറങ്ങുന്നത്. ഗിനിയ 2ാം തവണയാണ് ഒളിമ്പിക്സ് ഫുട്ബോളിന് യോഗ്യത നേടുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ബോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.